ഇനി പത്തനംതിട്ടയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയ കേസ് പ്രത്യേക സംഘത്തിന് വിട്ടു. DIG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുക. കേസിൽ ഇതുവരെ അറസ്റ്റിലായവരുടെ എണ്ണം 26 ഇന്ന് 10 പേരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. ഇതിൽ 2 പേർ പ്രായപൂർത്തിയാകാത്തവരാണ്. കേസന്വേഷണം പത്തനംതിട്ട ജില്ലയ്ക്ക് പുറത്തേക്കും നീളുകയാണ്. പ്രവീൺ പുരുഷോത്തമൻ വിവരങ്ങളുമായി. പ്രവീൺ, ഇപ്പോൾ പ്രതി ചേർക്കുന്നവരുടെ എണ്ണം ഉയരുകയാണ്. അതിൽ ഞെട്ടിക്കുന്ന വിവരം +2 വിദ്യാർത്ഥിയടക്കം പ്രതിയായി ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ജില്ലയ്ക്ക് പുറത്തേക്ക് പ്രതികൾ പോയി എന്നാണോ, അതോ ജില്ലയ്ക്ക് പുറത്തുള്ള പ്രതികൾ കൂടി ഇതിൽ ഇൻവോൾവ് ആണ് എന്നാണോ? എന്താണ് അറിയാനാകുന്നത്? സ്മൃതി, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരം എന്നുള്ളത് പത്തനംതിട്ട ജില്ലക്കാരായിട്ടുള്ള പ്രതികൾ തന്നെ ജോലിക്കായി മറ്റ് ജില്ലകളിലേക്ക് പോയിട്ടുണ്ട്. ആ ആളുകളും ഈ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. സമീപ ജില്ലകളിലേക്ക് അന്വേഷണ സംഘം പോയിട്ടുണ്ട്. ചിലരെയൊക്കെ കസ്റ്റഡിയിൽ എടുത്തതായി സൂചന വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ വരും മണിക്കൂറുകളിൽ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലേക്ക് മറ്റ് ജില്ലകളിൽ നിന്നും പിടികൂടിയ പ്രതികളെയും കൊണ്ട് പോലീസ് സംഘം എത്താനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു വിഷയത്തിൽ ഏറ്റവും പുതിയ കാര്യം എന്നുള്ളത് അന്വേഷണ സംഘത്തെ വിപുലപ്പെടുത്തി DIG അജിത ബീഗം നേതൃത്വം നൽകുന്ന പ്രത്യേക അന്വേഷണ സംഘമായിരിക്കും ഈ കേസിനെ അന്വേഷിക്കുക. പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെ 25 അംഗ അന്വേഷണ സംഘമായിരിക്കും ആ കേസിന്റെ മേൽനോട്ട ചുമതല. ഇപ്പോൾ ആകെ അറസ്റ്റിലായവരുടെ എണ്ണം 26ലേക്ക് എത്തിയിരിക്കുന്നു. 64 പേർ പീഡിപ്പിച്ചതായാണ് പെൺകുട്ടിയുടെ മൊഴി. ഇതിൽ 26 പേർ അറസ്റ്റിലായിരിക്കുന്നു. ഇനിയും പകുതിയോളം പേരെ കൂടി അറസ്റ്റ് ചെയ്യാനുണ്ട്. ഏതായാലും ആ ഒരു അന്വേഷണത്തിലാണ് പോലീസ് സംഘം. ഇപ്പോൾ ഇന്നലെ രാത്രി 3 പേരെ പമ്പയിൽ നിന്നും പിടികൂടിയിരുന്നു. ഒപ്പം തന്നെ ഇന്ന് രാവിലെ 10 പേരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ 13 പേരെയാണ് ഇന്നലെ രാത്രിയും ഇന്നുമായി പോലീസ് കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നത്. ഇതിൽ 6 പേരുടെ അറസ്റ്റ് പുതുതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം വരെ 20 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. അങ്ങനെയാണ് അറസ്റ്റിലായവരുടെ എണ്ണം ഉയർന്നിരിക്കുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തെയും ഇപ്പോൾ നിയോഗിച്ചിരിക്കുകയാണ് അന്വേഷണത്തിന്.